സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവസാന പരീക്ഷയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഈസി ആയതെന്ന് പറയാം. പക്ഷേ ട്രിഗ്നോമെട്രി ചെറുതായിട്ട് തിരിഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്നും പ്രോപ്പറായിട്ടില്ല. പിന്നെ നമുക്കിത് കിട്ടി, ഈ ആൻസേഴ്സൊക്കെ കിട്ടി, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് പിന്നെ ഇത് കുഴപ്പമില്ല, കിട്ടി, ഇത് കറക്റ്റാണോ അറിയത്തില്ല. അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയെന്ന് പറയാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ടില്ല. ഈ സെക്ഷൻ വലിയ കുഴപ്പം ഇല്ലായിരുന്നെന്ന് പറയാം. പിന്നെയും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സെക്ഷൻ ഇത് കിട്ടി. പിന്നെ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് പിന്നെ ഇവിടെ ചിലതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചിലതൊക്കെ പോയിട്ടുണ്ട്, ഒന്നും കറക്റ്റായിട്ടൊന്നുമില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി അതൊന്നും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രോബിലിറ്റി പിന്നെ കുറച്ചൊക്കെ എൻ്റെ പോയി. പ്രോബിലിറ്റി അത്ര പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല, അതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതെന്തായാലും ഈസി ആയിട്ട് കിട്ടി. പിന്നെ ഡെറിവേറ്റീവ് എടുത്തു, ഇത് ചെയ്തു, ഇത് തെറ്റാൻ തോന്നില്ല, ഇതൊരെണ്ണം തെറ്റാണ്. നോക്കിയപ്പോൾ ആൻസർ നോക്കിയപ്പം ഇത് ചെയ്തില്ല. പിന്നെ ഇതായതേ ഷോ ദാറ്റ് കിട്ടിയില്ല. അത് ആസ് യൂഷ്വൽ പറയുന്ന പോലെ ട്രിഗ്നോമെട്രി നല്ലപോലെ പെട്ടുപോയി. ഈ സംഭവം പഠിച്ചതാണ്, പക്ഷേ മറന്നുപോയി, അതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ പരീക്ഷ ഒരു കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ പാടാന്ന് ഒരിക്കലും പറയുന്നില്ല. ബിക്കോസ് ഇതൊരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരുപാട് പാടെന്നും പറയാൻ പറ്റത്തില്ല, ഒരുപാട് എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു മീഡിയം ലെവൽ വെച്ചാൽ ഒരു അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള എന്തായാലും ഇതിനകത്തുണ്ട്. ഒരുപാട് മാർക്കല്ല, കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ ഒരിക്കലും പാടാന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇന്നത്തെ അത്ര റിവ്യൂ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത്. ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കല്ലേ. താങ്ക് യു.